ലോകത്ത് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം നമ്മൾ തന്നെ ആയിരിക്കണം, നമ്മളിലൂടെ ആയിരിക്കണം എന്നാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്. ആ ഒരു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതുപോലെ തന്നെ ജീവിതത്തിലേക്ക് എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത്. സാമൂഹ്യ പ്രവർത്തക അശ്വതി. അശ്വതി, സ്വാഗതം. സ്വാഗതം. അശ്വതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷത്തോളമായി അശ്വതി വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി വഴിയിൽ പാവപ്പെട്ട ഒരു നേരത്തെ ആഹാരം അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ ചെറിയ 6 പേരിൽ തുടങ്ങി ഇപ്പോൾ 35 പേർക്ക് എല്ലാ ദിവസവും ഒരു നേരത്തെ ഭക്ഷണം അശ്വതി കൊടുക്കുന്നുണ്ട്. അശ്വതിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അശ്വതിയുടെ കാഴ്ചപ്പാടുകളെക്കുറിച്ചും ഒക്കെ നമുക്ക് ചോദിച്ചറിയാം. ആദ്യം തന്നെ ചോദിക്കട്ടെ, എങ്ങനെയാണ് ഇങ്ങനൊരു കാര്യം ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കുന്നത്? സാധാരണ പൊതുവെ എപ്പോഴും നമ്മൾ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുമ്പോൾ പലരും പല രീതിയിലാണ് പോകുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി നേരിട്ട് കൊണ്ടുചെന്ന് കൊടുക്കാം, ഇങ്ങനെ ഒരു ഐഡിയ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഞാൻ ആദ്യം ഇങ്ങനെ ഒരു മനസ്സിൽ എന്ന് വെച്ചാൽ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ അനുഭവിച്ച വിഷമങ്ങൾ, അതായത് ഫുഡിന് വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒരു നേരത്തെ ആഹാരമില്ലാതെ കഷ്ടപ്പെട്ടൊരവസ്ഥ ബാല്യമായിരുന്നു. അപ്പോൾ വിശപ്പ് എന്താണെന്നുള്ളത് വളരെ ബാല്യത്തിൽ തന്നെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അന്ന് ഞാൻ തീരുമാനിച്ചു, ഞാനത് സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു ടൈം വരുമ്പോൾ സമൂഹത്തിൽ കുറച്ച് പേരുടെയെങ്കിലും വിശപ്പ് മാറ്റണം. പിന്നെ വളർന്നു ആ പ്രിൻസിപ്പിൾക്ക് ഫോളോ ചെയ്തിരുന്നു. പക്ഷേ അതിനൊരു ടൈം എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മുടെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ 9ാം വാർഡ് അവിടെ ഫുഡ് കൊടുക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഓരോ തടസ്സങ്ങൾ, അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട തടസ്സങ്ങളുണ്ടായി. അവരത് റിജക്റ്റ് ചെയ്തു. ഞാൻ പിന്നെ എൻ്റെ ആഗ്രഹം നടത്തിയല്ലേ പറ്റൂ, അങ്ങനെ തെരുവിലേക്ക് ഇറങ്ങുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്നുള്ളൊരു സഹായമൊക്കെ എന്ന് വെച്ചാൽ വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ട്, കാര്യം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് വളർന്നു വന്നതാണ്. അപ്പം തീർച്ചയായും അമ്മയും ഇങ്ങനത്തെയൊക്കെ വിഷമങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു സൈഡിൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തോന്നുമെങ്കിലും മറു സൈഡിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ. അപ്പം അങ്ങനെ ഇതിനെക്കുറിച്ച് അപ്പം അമ്മയുടെയും പിന്നെ അമ്മുമ്മയും സഹായിക്കുന്നുണ്ട്. അപ്പം എങ്ങനെയായിരുന്നു അവരുടെ ഒരു കാഴ്ചപ്പാട്? എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള, അതായത് തെരുവിലുള്ള ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യേണ്ട ഒരു ഇതാണ്. അപ്പോൾ എനിക്ക് അമ്മമാർ നിരുത്സാഹപ്പെടുത്തുമായിരിക്കാം, പക്ഷേ എൻ്റെ അമ്മ എനിക്ക് തന്ന സപ്പോർട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് വരെ. കാരണം ഇത്രയും പ്രവർത്തനങ്ങൾ അത്രയും എനർജറ്റിക്കായിട്ട് ചെയ്യണമെങ്കിൽ എൻ്റെ അമ്മ തരുന്ന സപ്പോർട്ട്. ഞാൻ ആഹാരം കൊണ്ടു കൊടുക്കുന്നു എന്നേ ഉള്ളൂ, പക്ഷേ അത് രാവിലെ എഴുന്നേറ്റ് അത് ഇത്രയും പേർക്കും കുക്ക് ചെയ്യുന്നതും ഇന്ന് വരെ ഒരു പരാതിയും പറയാതെ കുക്ക് ചെയ്യുന്നതും സപ്പോർട്ട് തരുന്നതൊക്കെ അമ്മയാണ്. അത് നല്ല സപ്പോർട്ട് അമ്മുമ്മ, എൻ്റെ സിസ്റ്റർ രേവതി ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വീട്ടിലെ സപ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇങ്ങനൊരു ഭക്ഷണം ഉണ്ടാക്കി ആദ്യമായിട്ട് ഒരാൾക്ക് ഭക്ഷണം കൊടുത്തപ്പം അയാളുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ അവരുടെ ഭക്ഷണം കിട്ടിയപ്പോഴത്തേക്കുമുള്ള ഒരു കാര്യം അങ്ങനെ പൊതുവെ ആൾക്കാർ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഒരു പൊതി ചോറ് കൊടുത്തപ്പോൾ അയാളുടെ സൈഡിൽ നിന്നുള്ളൊരു പ്രതികരണം എന്തായിരുന്നു? ഞാൻ ആദ്യമായിട്ട് ഞാൻ ഓർക്കുന്നു, ഒരു തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഫുട്പാത്തിൽ ഒരു മാനസിക രോഗിയായിട്ട് ഒരു മനുഷ്യനിങ്ങനെ കുനിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അടുത്ത് പോകാൻ പോലും പറ്റുന്നില്ല, അത്രയും ദുർഗന്ധവും ആ ഒരു അവസ്ഥയിലിരിക്കുന്നു. ഞാൻ ആലോചിച്ചു, ഫുഡ് കൊടുക്കുന്നെങ്കിൽ അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഇത്രയും പേരിങ്ങനെ നടന്നു, ഈ ക്രൗഡിൽ നടക്കുന്നു, ഒരാൾ ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നു. അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ പക്ഷേ ഒരു ആഹാരത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ മാനസിക രോഗമൊന്നും അവിടെ ഒന്നും അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ ആർത്തിയോടെ പിടിച്ചു വാങ്ങുമായിരുന്നു ചെയ്തത്. എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പിടിച്ചു വാങ്ങും, എൻ്റെ ആ നഖം കൊണ്ട് എൻ്റെ കൈ മുറിയുകയാണ് ഉണ്ടായത്. നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലെ ഒരു മാനസിക രോഗിയുടെ ഒരു അവസ്ഥ. അങ്ങനെ അത് പിന്നീട് അനുഭവം നമ്മുടെ പഴവങ്ങാടി അമ്പലത്തിനെതിരെ 2 പേർ, ഒരാൾക്ക് ഞാൻ ഭക്ഷണം കൊടുത്തിട്ട് തിരിയുമ്പോൾ വേറൊരാൾ വന്നിട്ട് ആ ഭക്ഷണം ഇങ്ങനെ പിടിച്ചു വലിക്കുക, 2 പേർ തമ്മിൽ പിടിച്ചു വലിക്കുക, ഒരു സ്ത്രീയും പുരുഷനും, 2 പേർക്കും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇത് നടക്കുന്നത് ഒരു ഹോട്ടലിൽ എല്ലാവരും ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ആ സമയത്ത് പുറത്ത് ഒരു പൊതി ചോറിന് വേണ്ടിയിട്ട് 2 പേർ തല്ലുകൂടുക. എന്ത് മെസ്സേജാണ്, എന്ത് മാനസിക ഇതാണ്, നമ്മളിതൊക്കെ കണ്ടിട്ട് തിരിഞ്ഞു നടക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, നമുക്കിപ്പോൾ ഇന്ത്യ ഒട്ടാകെയുള്ള ദാരിദ്ര്യം മാറ്റാൻ പറ്റില്ല, പക്ഷേ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് അതിന് ചുറ്റുവട്ടത്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അന്ന് മുതൽ തുടങ്ങിയ യാത്രയാണ് ഇന്ന് വരെ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഈ പൊതുവെ ഇങ്ങനെ ഭക്ഷണം നമ്മൾ കൊടുക്കാൻ നേരത്തെ പറഞ്ഞു പ്രതികരണം, ഇപ്പം അവർ ഭക്ഷണത്തിന് വേണ്ടി പെട്ടെന്ന് അത് പിടിച്ചു മേടിക്കുക, അവർ അല്ലെങ്കിൽ തമ്മിൽ വഴക്കിടുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ
ഒരു താങ്ക്ലെസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ചെയ്തത്. കാര്യം ഒരിക്കലും അങ്ങനെ അവരുടെ മുഖത്തു നിന്നുള്ളൊരു പ്രതികരണം ഇപ്പം ചിലപ്പം നന്ദി വാക്ക് പോലും കിട്ടുന്നുണ്ടാവില്ല, ചിലപ്പോൾ അവർ തരുന്നാരും അതുപോലും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണോ അതോ ഇവരുടെ സൈഡിൽ നിന്നുള്ള ഇപ്പം വർഷങ്ങളായി ഇപ്പോൾ ചെയ്തു വരുന്നു, അപ്പോൾ ഇവരുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു അടുപ്പം പോലെ അങ്ങനെയുണ്ടോ, അതോ പക്ഷെ അവർക്ക് ഇപ്പോഴും അശ്വതി ആരാന്നറിയില്ല എന്നുള്ളൊരവസ്ഥ? പക്ഷെ അതൊരു ഞാൻ ഇതിൻ്റെ ഇടയ്ക്കുള്ള അത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകും. പക്ഷെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ തമ്പാനൂർ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ കുറച്ചു നേരം ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ചുറ്റിനും വരുന്നത് കുറേ മാനസിക രോഗികളായ മനുഷ്യരാണ്. അപ്പോൾ ചുറ്റിനും നിൽക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്, അവർ വിചാരിക്കും ഇതിൽ ആർക്കാണ് പ്രശ്നം എന്ന് വിചാരിക്കും. അവരെന്നോട് വന്നിട്ട് ഇങ്ങനെ കാര്യം പറയുക, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അവരെന്തൊക്കെയോ പറയുന്നു, പക്ഷെ ഞാൻ അത് കേട്ടുകൊണ്ടിരിക്കുക. അവർക്ക് എന്നെ അറിയാം, ആരോ ഒരാളാണ്, അവർക്ക് ഫുഡ് കൊടുക്കുന്ന ഒരാളാണ്, എല്ലാ ദിവസവും അവരുടെ അടുത്ത് ചെല്ലുന്ന ഒരു ആളാണ്. അപ്പോൾ എന്നോട് വന്ന് വിശേഷം പറയാൻ വരും. എത്ര ഇതായിരുന്നാലും അവരടുത്ത് വരുമ്പോൾ എനിക്കൊന്നും തോന്നാറില്ല. പക്ഷെ ചുറ്റിനും കൂടി ആൾക്കാരിങ്ങനെ എത്രയോ പേര് ഇങ്ങനെ ക്രൗഡ് വരും. അപ്പോൾ എന്നോട് ഇത്തരക്കാരെ സംസാരിക്കാൻ വരുമ്പോൾ ക്രൗഡ് വരും, അവർ അതിശയിച്ചാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ അവർക്ക് അത്രയും ഇതുണ്ട് എന്നോട്. ഞാനെന്ന വ്യക്തിയോട് തെരുവിൽ കിടക്കുന്ന മനുഷ്യർക്ക് ചിലപ്പോൾ ഷോളൊക്കെ ഇങ്ങനെ മാറി കിടക്കുമ്പോഴത്തേക്ക് അവർ പറയും, മോളെ അത് കെട്ടി വെച്ചിട്ട് പോകണം എന്ന് പറയും. അത്രയധികം കെയറാണ് എന്നോട്. അവർക്ക് നഷ്ടപ്പെട്ട ഒരു മകളോ അല്ലെങ്കിൽ ഒരു സഹോദരിയോ ഒക്കെ ആയിരിക്കാം ഞാൻ. അങ്ങനെ ആകാൻ കഴിഞ്ഞതിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നു. എൻ്റെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് ഇങ്ങനെ തെരുവിൽ കിടക്കുന്ന മനുഷ്യരുടെ സ്നേഹപാത്രമാകാൻ കഴിയുക എന്നുള്ള എൻ്റെ അഭിമാനം. ഈ അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷം എന്നുള്ളതാണ് പൊതുവെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഏതൊരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാലും അതിനെ എതിർക്കാനും അവളെന്തോ പ്രശ്നക്കാരെയാണെന്ന് പറയാനും ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അത്തരം അനുഭവങ്ങൾ തീർച്ചയായും ഉണ്ടായി കാണുമെന്ന് വിചാരിക്കുന്നു. അതിനെക്കുറിച്ച് അത് ദൈവം ശിക്ഷിച്ചവരെ രക്ഷിക്കാൻ പാടില്ല, ഇതൊക്കെയാണ് ഒരു വിമർശനത്തിൻ്റെ ഏറ്റവും രൂക്ഷമായ, അത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളത് ഹീനമായിട്ടുള്ളതാണ്. പിന്നെ യാചകരാണെന്നുള്ളത്, ഞാൻ ഒരിക്കലും യാചകർക്ക് ഭക്ഷണം കൊടുക്കാറില്ല. അത് എത്രത്തോളം യാചകരെ ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കാനിരിക്കായിരുന്നു. അപ്പം യാചകർക്കല്ല, യാചകർക്ക് എന്ന് പറയുമ്പോൾ അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാകും. പലപ്പോഴും അനുഭവങ്ങൾ എനിക്ക് അങ്ങനെയാണ്. അപ്പോൾ ഒരിക്കലും യാചകർക്കല്ല. ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ 35ഓളം പേര് ഒരു നേരത്തെ ആഹാരമില്ലാതെ 10 കിലോമീറ്ററിനുള്ളിൽ കിടക്കുന്നു എന്നുള്ള വാസ്തവം മീഡിയാസിലൂടെ ഒരുപാട് പേർ അറിഞ്ഞ കാര്യമാണ്. എന്തുകൊണ്ട് ഇതിന് ബന്ധപ്പെട്ട അതോറിറ്റീസ് ഇവരെ നമുക്ക് പുനരധിവസിപ്പിക്കാം, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് സമീപിക്കാത്ത വിമർശനങ്ങൾ എല്ലാ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ അങ്ങനെ വരാത്തത് എന്തെന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തുകൊണ്ട് തിരുവനന്തപുരത്തെ 10 കിലോമീറ്ററിൽ ഇങ്ങനെയാണ് അവസ്ഥയെങ്കിൽ ഓൾ ഇന്ത്യയിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്, അതൊക്കെയാണ് വെൽബീയിങ്ങിൽ ആദ്യം വരേണ്ട കാര്യങ്ങൾ. അതൊക്കെയാണ്, അതൊന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭക്ഷണം കൊടുക്കുന്നത് യാചകർക്കല്ല എന്ന് പറഞ്ഞു. അപ്പോൾ മാനസിക വിഭ്രാന്തി ഉള്ളവർക്ക്, അങ്ങനെ ഒരു അസ്വസ്ഥതയുള്ള ആൾക്കാർക്കാണോ കൊടുക്കുന്ന കാര്യം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ മോഷ്ടിക്കാനായിട്ട് നടക്കുന്നവരുണ്ടെന്നും, അതുപോലെ മറ്റു സ്ഥലത്തുനിന്ന് ഇങ്ങനെ കള്ളവണ്ടിയൊക്കെ കയറി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ടെന്നും. അപ്പോൾ ഇതിൽ പലരുടെ കയ്യിലും നിറച്ച് കാശ് ഇരിക്കുന്ന ആൾക്കാരുള്ള ഉണ്ടായിരിക്കും. അപ്പം ഏത് തരത്തിലുള്ള ആൾക്കാർ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക അവരാണ് ഡിസേർവിങ് എന്നുള്ളത്? ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞത് ഞാൻ അത്രയും കമ്മിറ്റഡ് ആണ് ഈ ഒരു വിഷയത്തിൽ. അപ്പോൾ ഞാനൊരു യാത്ര പോകുമ്പോൾ എനിക്ക് ചുറ്റിനുമുള്ള വർണ്ണശബളമായ കാഴ്ചകളല്ല ഞാനൊരു എവിടെ ഇറങ്ങിയാലും എൻ്റെ മുമ്പിൽ ഇത്തരത്തിലുള്ള ആൾക്കാരെയാണ് ഞാൻ അന്വേഷിക്കുന്നത്. അവരെ സ്ട്രൈക്ക് ചെയ്യും, അവരുമായിട്ട് കുറച്ച് നേരം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ തന്നെ എനിക്ക് അറിയാൻ പറ്റും ഇവരെന്താണ് ഇവർക്ക് ആവശ്യം എന്നുള്ളത് അറിയാൻ പറ്റും. അങ്ങനെ ഒരിക്കലും അങ്ങനെ ഒരു യാചകരിലല്ല. ഇവരൊക്കെ ഷെൽട്ടർ ഇല്ലാത്തവരാണ്, പിന്നെ വീട്ടിൽ തിരിച്ചു പോകാൻ കഴിയാത്തവരാണ്, അസുഖമായിട്ട് തെരുവിൽ ഒറ്റപ്പെട്ടു പോയവരാണ്. ഇവരൊന്നും യാചകരല്ല. നമ്മൾ പൈസ കൊടുത്താൽ പോലും വാങ്ങാത്ത ഈ 35 പേരും അങ്ങനെയുള്ള ആൾക്കാരാണ്. ഞാൻ യാചകർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല. അപ്പോൾ അവിടെ ഉയർന്നു വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എങ്ങനെ ഇത്രയും പേര് ഈ ഒരു കണക്ക് നമ്മൾ സപ്രസ് ചെയ്ത് വെച്ചിട്ട് വികസനം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഘോര പ്രസംഗം നടത്തിയിട്ട്, ഇതൊരു സമൂഹത്തിനോട് എനിക്ക് പറയാനുള്ള ഒരു സത്യസന്ധമായ കാര്യമാണ്. ഈ 35 പേരെന്നുള്ളത് ഷെൽട്ടർലെസ് ആയിട്ട് നമ്മുടെ നഗരത്തിൽ അവരൊരിക്കലും യാചകരല്ല. അപ്പോൾ അത് ആരോടാണ് പറയേണ്ടതെന്നുള്ളതൊക്കെ, ഒരു അശ്വതി എന്ന വ്യക്തിക്ക് ഫുഡ് കൊടുക്കാം, പക്ഷേ ഇതിൻ്റെ ഒരു അടുത്ത ലെവലിലോട്ട് ഇവരൊക്കെ ഇങ്ങനെ തെരുവിൽ കിടന്ന് മരിക്കേണ്ടവരാണോ എന്നുള്ളത്. എത്രയോ പേരും മരിച്ചിട്ടുണ്ട് തെരുവിൽ കിടന്ന് തന്നെ.
അവസാനം അവരുടെ കർമ്മങ്ങൾ ജഡമായിട്ട് പിന്നെ അങ്ങ് പോകും. അജ്ഞാത ജഡമായിട്ട് പോകും. അശ്വതി, നമ്മൾ പൊതുവെ ഒരു റെസ്പോൺസിനെ കുറിച്ച് ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അശ്വതി ജ്വാല എന്ന് പറഞ്ഞിട്ട് ഒരു പേരിൽ തന്നെ ഇപ്പോൾ ഇത് ചെയ്തു തുടങ്ങി. അപ്പോൾ ജ്വാലയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, പിന്നെ എന്തുകൊണ്ട് ജ്വാല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പേരിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ജ്വാല, അതായത് നമുക്കറിയാം കാരുണ്യ പ്രവർത്തനം നടത്തുന്നവർ ഏറ്റവും കൂടുതൽ ആ കാരുണ്യവുമായിട്ട് കണക്ട് ചെയ്ത ഒരു പേരായിരിക്കും അവരുടെ ഒരു ഓർഗനൈസേഷന് കൊടുക്കുന്നത്. പക്ഷേ തെരുവിൽ ഞാൻ കണ്ട കാഴ്ചകൾ, എനിക്ക് എൻ്റെ ഉള്ളിൽ ആളിക്കത്തുന്ന ഒരു തീയുണ്ട്. അത് ഇങ്ങനെയുള്ള കുറേ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രതികരണമാണ് ജ്വാല. എൻ്റെ ഉള്ളിലെ ഒരു ആളിക്കത്തുന്ന തീയാണത്. അത് അണയണമെങ്കിൽ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള മനുഷ്യർക്ക് അവരുടേതായ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ഇത് നിലവിൽ വരണം. അതിനു വേണ്ടിയിട്ടുള്ളൊരു പ്രതിഷേധമാണ്. ജ്വാല ഒരിക്കലും ഒരു കാരുണ്യ സംഘടനയല്ല. ഞാൻ ചെയ്യുന്നത് ഒരു കാരുണ്യമാണെന്ന് ആരോടും ഞാൻ പറയുന്നില്ല. ആരൊക്കെയോ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യാൻ നിർബന്ധിതയാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ജ്വാല ഇത്തരക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും ഇവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ തുടങ്ങിയ ഒരു സംരംഭമാണ്. വളരെ സക്സസ് ആയിട്ട് തന്നെ അത് പോകുന്നു. വലിയ ബഹളത്തിലോട്ടൊന്നും പോകുന്നില്ലെങ്കിൽ പോലും ജ്വാലയ്ക്കൊരു ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഏത് അവസ്ഥയിലാണെങ്കിലും അവർക്കൊരു കൈത്താങ്ങാകാൻ ജ്വാല എപ്പോഴും ഉണ്ടെന്നുള്ളത്. അശ്വതിയുടെ കൂടെ ഇപ്പം ഈ ജ്വാലയുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് ആരാളുള്ളത്? കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ അത് മാത്രമല്ല, അതിനു മുമ്പേ ചോദിക്കാനുള്ളത്, ഭക്ഷണം കൊടുക്കുന്നതിനെ കുറിച്ച് മാത്രമേ നമ്മളിപ്പോൾ പറഞ്ഞുള്ളൂ. റീഹാബിലിറ്റേഷൻ, പുനരധിവാസം ചെയ്യുന്നുണ്ട് അവർക്ക്. അപ്പം ഏത് രീതിയിലാണ് ആ ഒരു പ്രവർത്തനം? കാര്യം ഇപ്പം ഈ ഒരാളെ ഏത് രീതിയിലാണ് അയാളെ പുനരധിവസിപ്പിക്കുന്നത്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ബി ഫ്രാങ്ക്, റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് ആസ് എ സോഷ്യൽ വർക്കർ ഞാൻ ഒരുപാട് വെല്ലുവിളി നേരിടുന്ന ഒരു മേഖലയാണ്. കാരണം എനിക്ക് ഫുഡ് കൊടുക്കാം, ഇവരെ അവിടെ നിന്ന് കൊണ്ടുപോയി ഒരു വണ്ടിയിൽ കയറ്റിയിട്ട് ഒരു അഗതി മന്ദിരത്തിന് മുമ്പിൽ ചെന്ന് നിന്ന് എനിക്ക് കാല് പിടിക്കാം, എനിക്ക് ഇവർക്കൊരു സ്പേസ് കൊടുക്കണം എന്ന് എനിക്ക് പറയാം. പക്ഷേ അതിനുള്ള പെർമിഷൻ തരേണ്ടത് അതിന് അധികാരപ്പെട്ട ആൾക്കാരാണ്. പലപ്പോഴും അവിടെ ആളുകളുടെ എണ്ണം കൂടുതലായെന്നുള്ളൊരു വിഷയം മാത്രം കാരണം ഇവരെ തിരിച്ച് തെരുവിലേക്ക് തന്നെ കൊണ്ടുവിടേണ്ട ഒരു സാഹചര്യമാണ് വരുന്നത്. അപ്പോൾ റീഹാബിലിറ്റേഷൻ, അപ്പം നമ്മളിങ്ങനെ ആലോചിക്കും, ഇവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എവിടെ കൊണ്ട് നിർത്തും, ഇവരെ എവിടെ കൊണ്ടുപോയാലും അതുപോലെ തിരിച്ചു വരേണ്ട. അപ്പോൾ സംടൈംസ് നമ്മളിങ്ങനെ നിസ്സഹായമായിട്ട് നിൽക്കുക, എന്തവസ്ഥ കണ്ടാലും സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ നിസ്സഹായമായിട്ട് നിൽക്കുന്നൊരവസ്ഥ എന്നോട് ചെയ്യുന്ന ഒരു ക്രൂരതയായിട്ടാണ് ഞാൻ തോന്നുന്നത്. കാരണം എൻ്റെ മനസാക്ഷിയോട് ചെയ്യുന്നു. ചിലപ്പോൾ ഞാനും നിസ്സഹായ ആവുന്നുണ്ട്. ഇവിടുത്തെ സിസ്റ്റംസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പെട്ടെന്നൊരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ തുടങ്ങണം എന്നുള്ളത്, ഇതൊന്നും സാമ്പത്തിക വരുമാനമൊന്നും എനിക്കില്ല. അപ്പോൾ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് നിലവിലുള്ളത്, ഗവൺമെൻറ്റിൻ്റെ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അവിടെയൊക്കെ വളരെ സ്ട്രെങ്ത് കുറഞ്ഞ ഒരു 50 പീപ്പിൾസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു 100 പീപ്പിൾസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യം, റീഹാബിലിറ്റേഷൻ സെൻറ്റർ എന്നുള്ളൊരു പേരിൽ മാത്രം മതിയോ? ഞങ്ങളിങ്ങനെ ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ സംസ്ഥാനത്ത് നടത്തുന്നുണ്ട്, അത് മാത്രം മതിയോ? പേരിന് വേണ്ടി മാത്രമാണോ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ്? അർഹരായവർക്ക് അവിടെ താമസിപ്പിക്കാനുള്ള സൗകര്യം കൊടുക്കണ്ടേ എന്നുള്ളത് അവിടെ നടക്കുന്നില്ല. സാമൂഹ്യ നീതി വകുപ്പ് എന്നുള്ളൊരു സോഷ്യൽ ജസ്റ്റിസ് ഉണ്ട്, ഇവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നിലവിലുണ്ട്. അവരാണ് ഇത്തരം കാര്യങ്ങൾ നോക്കേണ്ടത്. പക്ഷെ കാലാകാലങ്ങളായി ഒന്നും നടക്കുന്നില്ല. പക്ഷെ അങ്ങനെ അപ്പോൾ അശ്വതി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഒന്നും നടക്കാത്തതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അധികൃതരെ അല്ലെങ്കിൽ ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവരെ ഇത് അറിയിക്കാൻ വേണ്ടി, കാര്യം സാമൂഹ്യ നീതി വകുപ്പിനെ കുറിച്ചുമൊക്കെ ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ മന്ത്രിമാരെയോ അല്ലെങ്കിൽ മറ്റ് ഉദ്യോഗസ്ഥരെയോ അത് കാണാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് അറിയിക്കുക, അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള പ്രവർത്തനം നടത്തി പരാജയപ്പെട്ടതിന് ശേഷമാണോ ഇങ്ങനെ? അത് നടത്തി പരാജയപ്പെട്ട പല വിഷയങ്ങളുമായിട്ട് പോകുമ്പോൾ ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ സാമൂഹ്യ നീതി വകുപ്പിലെ നമ്മളൊരു പരാതി കൊടുത്താൽ പോലും അവരതൊന്ന് സ്വീകരിച്ചിട്ടൊരു റെസീപ്റ്റ് തരുവാനോ അല്ലെങ്കിൽ ഒരു സീല് തരുവാനോ പോലും, ഞാനിപ്പോൾ ഒരു അപേക്ഷ കൊടുക്കുകയാണ്, ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഇവിടെ നിലവിലുണ്ട്, നിങ്ങളതൊന്ന് സ്വീകരിക്കണം. ഓക്കെ, ഞങ്ങൾ സ്വീകരിക്കാം, പക്ഷേ നിങ്ങൾക്കതിനൊരു റിപ്ലൈ തരാൻ തയ്യാറല്ല. എന്ത് കമ്മിറ്റ്മെൻറ്റാണ് അവർക്ക് പറയാനുള്ളത്? കേരളം മുഴുവൻ ഇങ്ങനെ കുറേ അപേക്ഷകളുണ്ട്, അല്ലെങ്കിൽ ഇതുണ്ട്, അതിനൊക്കെ റെസിപ്റ്റ് കൊടുക്കാനോ അതിനൊക്കെ ഒരു റിപ്ലൈ കൊടുക്കാനോ ഞങ്ങൾ അന്വേഷിക്കാം, ഞങ്ങൾ നോക്കാം എന്നാണ് അവർ പറയുന്നത്. അത് എത്രത്തോളം പ്രാക്ടിക്കലാകും? ഒരാൾ തെരുവിൽ കിടന്ന് ക്ഷയരോഗം പിടിച്ച് അന്ത്യശ്വാസം വലിക്കുമ്പോൾ ഇവർ അന്വേഷിക്കാമെന്നും ഇവർ അതിനെക്കുറിച്ച് പഠിക്കാമെന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ ആൾക്ക് ആ സമയത്ത് കിട്ടേണ്ട ഒരു ഇത് കിട്ടുമോ? അതാണിപ്പോൾ നിലനിൽക്കുന്നത്.
ഇപ്പോൾ ഈ സമൂഹത്തിൽ പൊതുവെ ഇപ്പം പറയുന്നത് അശ്വതി യുവതലമുറയിൽപ്പെട്ട ഒരാളാണ്. എന്നിരുന്നാലും ഞാൻ ചോദിക്കുകയാണ്, യൂഷ്വലി ഇങ്ങനെ സാധാരണ ആൾക്കാർ ഇങ്ങനെ പറയുന്നത് ഇന്നത്തെ ഒരു യങ് ജനറേഷൻ തീരെ ഉത്തരവാദിത്വം ഇല്ലാത്ത ആൾക്കാരാണ്, സിനിമ കാണുന്നു പിസ്സ കഴിക്കുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും എല്ലാ പഴിയും കൊണ്ട് ചെന്ന് ചാരുന്നത് ഫേസ്ബുക്ക് പോലെയുള്ള പക്ഷേ ഇന്റർനെറ്റിൽ സമയം ചെലവഴിക്കുന്നു, ആ രീതിയിൽ പറയുകയാണ്. അപ്പം അങ്ങനത്തെ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവരാണ് യുവതലമുറയിലെന്ന് തോന്നിയിട്ടുണ്ട്. കാര്യം ജ്വാലയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക്? ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെൻറ്റോടുകൂടി ഈ പറയുന്നതൊന്നും ശരിയല്ല. യുവതലമുറ എന്നുള്ളത് വളരെ അവർ പണ്ട് കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള അവർക്ക് ഒരുപാട് നല്ല രീതിയിൽ ചിന്തിക്കാനറിയാം. അശ്വതി എന്ന വ്യക്തിയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് യുവാക്കളാണ്. പല കോളേജസിൽ നിന്നാണെങ്കിലും അവരിങ്ങനെ ഫേസ്ബുക്കിലൂടെയൊക്കെ മെസ്സേജ്, ചേച്ചി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, സമൂഹത്തിന് വേണ്ടി ഞങ്ങൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങളിങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ അഗതി മന്ദിരങ്ങൾ വിസിറ്റ് ചെയ്യുന്നു, ഞങ്ങൾ ബർത്ത്ഡേ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആ ക്യാഷ് സ്പെൻഡ് ചെയ്യാൻ ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത്രയും ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു യുവതലമുറയാണ്. പക്ഷെ അവരൊരിക്കലും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ലായിരിക്കും. അത്രയും കമ്മിറ്റ്മെൻ്റ് ഉള്ളതാണ് ജ്വാലയുടെ പ്രവർത്തനം. ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട്. ഒരിക്കൽ മധുരയിൽ നിന്നൊരു 7 മണിയായപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ വാതിൽ തുറക്കുമ്പോൾ 7 മണിക്കൊരു 16-17 വയസ്സുള്ളൊരു പയ്യൻ വന്ന് നിൽക്കുക. രാവിലെ ബസ് കയറി ഇങ്ങനെ നേരെ തലേദിവസം കയറിയതാണ്. എന്താ ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ ഒരു വാർത്ത കണ്ടു, അപ്പോൾ ഒന്ന് നേരിട്ട് കാണണം, എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ്. അപ്പോൾ ആ കുട്ടിയുടെ ഒരു കമ്മിറ്റ്മെൻ്റ് ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ യുവാക്കളെ ഒരിക്കലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അത്രയും സപ്പോർട്ട് ചെയ്യുന്നതും ഒരു ജ്വാല എന്ന പേരിലൊരു സംരംഭം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യുവാക്കളുടെ സപ്പോർട്ടും മാത്രം കൊണ്ടാണ്, തലമുറയുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവരും ഒരു സമൂഹത്തിനോട് നമ്മൾ കാണുന്ന ഒരു അനീതിക്കെതിരെ പ്രതികരണമാണ് പലരും അവരുടെ പ്രവർത്തനങ്ങളോട് ചെയ്യുന്നത്. ഇപ്പം നമ്മളുടെ തന്നെ അതിഥികളായി വന്നിട്ടുള്ള പല കലാകാരന്മാരും അവരുടെ ഇപ്പം നാടകത്തിലൂടെയാണെങ്കിലും അവരുടെ ചിത്രങ്ങളിലൂടെയാണെങ്കിലും ഒക്കെ ഇങ്ങനെ പ്രതികരിക്കുന്നവരുണ്ട്. അപ്പം അശ്വതി ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇങ്ങനെ ഒരു മാർഗമാണ്, ഭക്ഷണം ഉണ്ടാക്കി എന്നെക്കൊണ്ട് ചെയ്യാവുന്നത് ചെയ്യുക എന്നുള്ളത്. ഇതല്ലാതെ നമ്മൾ പല രീതിയിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ വനിതാ ദിനം കഴിഞ്ഞു പോയി, അപ്പം അതിനോടനുബന്ധിച്ച് തന്നെ പലരും പല രീതിയിൽ ഇപ്പോൾ പല കൂട്ടായ്മകൾ വരുന്നുണ്ട്, പല സമ്മേളനങ്ങളും അങ്ങനെ എല്ലാമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം പ്രവർത്തികൾ എങ്ങനെ കാണുന്നത്? ഇപ്പോൾ ഒരേ സമയം ഞാൻ പത്രത്തിൽ കണ്ട ഒരു ചിത്രമാണ്, ഒരുപാട് പേര് ഒരേപോലത്തെ ടീഷർട്ടൊക്കെ ഇട്ട് അങ്ങനെ നടന്നു പോകുമ്പം വഴിയിലൊരു സ്ത്രീ ഇരുന്നിട്ട് അവർ വിൽക്കുകയാണ്, ഇങ്ങനെ കുറേ ബാഗോ വളയോ അങ്ങനെ എന്തോ വിൽക്കുകയാണ്. അപ്പോൾ അവരിതിനെ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്ന ഒരു ചിത്രം പത്രത്തിലുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള ഇത്തരം രീതിയിലുള്ള ഒരു പ്രതികരണങ്ങളെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നതും എന്തൊക്കെ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് നമ്മൾ ഡൗൺ ടു എർത്ത് ബിഗിനിൽ നിന്ന് തുടങ്ങണം. അതൊക്കെ മറച്ചു വെച്ചിട്ട് ഇവിടെ കുറേ പ്രസംഗം നടത്തിയിട്ട് മാത്രം ഒരു കാര്യമില്ലെന്നാണ് പറയുന്നത്. തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഒരു വനിതാ സമ്മേളനം വിളിച്ചുകൂട്ടി സംസാരിക്കുന്നവർ തിരുവനന്തപുരം സിറ്റിയിൽ കൂടി ആർത്തവ ശുദ്ധീകരണം പോലും നടത്താൻ കഴിയാതെ അലയുന്ന സ്ത്രീകളെക്കുറിച്ച് പഠിക്കുന്നുണ്ടോ? ആ സ്ത്രീകളുടെ അവസ്ഥ എന്തെന്ന് പഠിക്കുന്നുണ്ടോ? ആ സ്ത്രീകൾ എന്തുകൊണ്ട് ഇങ്ങനെ തെരുവിൽ അലയുന്നു എന്ന് പഠിക്കുന്നുണ്ടോ? അതൊന്നും പഠിക്കാതെ സ്ത്രീ ശാക്തീകരണം അല്ലെങ്കിൽ ഒരു അന്തർദേശീയ വനിതാ ദിനം വരുമ്പോൾ മാത്രമുള്ളൊരു കൂട്ടായ്മ അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ എത്ര സ്ത്രീകൾ അവർക്ക് നമ്മളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അവർ ഏതെങ്കിലും ഒരു പ്രത്യേക ഘട്ടത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി തെരുവിലേക്ക് വന്നുപെട്ടവരായിരിക്കും. അപ്പോൾ അവിടെയാണ് സാമൂഹ്യ പ്രവർത്തനം, ഇവർ ഈ പറയുന്ന വനിതാ ശാക്തീകരണത്തിൻ്റെയൊക്കെ ഒരു തുടക്കം ബേസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, താഴത്തെ ലെവലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യം, പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വന്നുപെടുന്ന സ്ത്രീകളുണ്ട്. ഈ സ്ത്രീകളെയൊക്കെ റെയിൽവേയിൽ നിന്ന് പോലീസുകാർ തന്നെ ഇങ്ങനെ റെയിൽവേ പോലീസ് തന്നെ ഈ ട്രെയിനിൽ കയറ്റിയിട്ട് അടുത്ത ഡിസ്ട്രിക്റ്റിലോട്ട് അടുത്തൊരു സ്റ്റേറ്റിലോട്ട് അങ്ങ് പറഞ്ഞു വിടുക. അവരുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് അവിടെ തീരുകയാണ്. അപ്പോൾ പലരും കരഞ്ഞുകൊണ്ട് തിരിച്ചങ്ങ് പോവുക. നമുക്കൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്ത് ചെയ്യാൻ? അവിടെയൊക്കെ അവർ ഇതുപോലെ വേറൊരു സ്റ്റേറ്റിൽ ചെന്നിറങ്ങും. അവിടെ എന്തൊക്കെയാണ് അവരെ കാത്തിരിക്കുന്നത്? പിന്നെ വേറൊരു സ്റ്റേറ്റിലോട്ട് പോവും, അവസാനം തെരുവിൽ കിടന്ന് അവർ മരിക്കും. ഇപ്പോൾ ഇനി അശ്വതിക്ക് ഇതിനുള്ള സാമ്പത്തികമായിട്ടുള്ള അങ്ങനെ സഹായം അങ്ങനെ എന്താണ് അതിൻ്റെ ഒരു സോഴ്സ്? കാര്യം നിയമ വിദ്യാർത്ഥിനിയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതോടൊപ്പം പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല 35 സാധാരണ ഒരു ജോലി കൊണ്ട് തന്നെയൊക്കെ ഒരു ഫാമിലി നോക്കാൻ ആൾക്കാരെ ബുദ്ധിമുട്ടുമ്പോഴത്തേക്കും ഇത്ര പേരുടെ ഭക്ഷണം നോക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ഒരു വരുമാനം, ഒരു സ്രോതസ്? അത് ഞാൻ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ സിസ്റ്റർ രേവതി ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവാണ്. പിന്നെ എൻ്റെ അമ്മ ഏതാണ്ട് 6 മണിക്ക് ശേഷം ഞങ്ങൾക്കൊരു ചെറിയ തട്ടുകടയുണ്ട്, നാഷണൽ ഹൈവേയുടെ സൈഡിലാണ്. 12 മണി വരെ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. 6 മണി മുതൽ 12 മണി വരെ എൻ്റെ അമ്മ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ വരുമാനത്തിൻ്റെ ഭൂരിഭാഗവും ഇതിനു വേണ്ടി തന്നെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു യുവാക്കളുടെ അവർക്കൊരു ബർത്ത്ഡേ വരുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു വിശേഷ ദിവസം വരുമ്പോൾ അവർ ആ പൈസ കൂട്ടി വെച്ചിട്ട് കൊണ്ടു തരിക, അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു രീതിയിലാണ്. പിന്നെ പുറത്തുനിന്ന് ഇവിടെ നിന്ന് വിട്ടുപോയ ആൾക്കാരുണ്ടല്ലോ, കേരളത്തിൽ നിന്നും ജോലി തേടി പുറത്ത് അവർ ഒരുപാട് കഷ്ടം. നമ്മൾ വിചാരിക്കും വിദേശത്ത് പോകുമ്പോൾ ഇവർക്ക് എല്ലാം തികഞ്ഞു എന്നുള്ള, അവർക്ക് എന്തോ പൈസ ഉണ്ടെന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല. അവരിങ്ങനെ എന്നെ വിളിച്ച് പറയും, ചേച്ചി ഞാൻ ഈ മാസം ഇങ്ങനെ വീട്ടിൽ ഇത്ര അയക്കുന്നുണ്ട്, അതിനോടൊപ്പം ചേച്ചിക്ക് ഈ ഒരു എമൗണ്ട് അയക്കുകയാണ്. അത് യുവാക്കളാണ് എനിക്ക് കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ജ്വാലയുടെ അക്കൗണ്ടിലേക്ക് അയക്കുകയും അതിലൂടെ നമ്മൾ മറ്റു കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ അപ്പർ മിഡിൽ ക്ലാസ് ആണോ അതോ മിഡിൽ ക്ലാസ് ആണോ, ഏത് വിഭാഗത്തിൽ, അതോ വലിയ കാശുകാരാണോ, ഇങ്ങനെയുള്ളവരാണ്? ഇല്ലേ, വലിയ കാശുകാരല്ല. ഞാൻ പറഞ്ഞില്ലേ, യുവാക്കൾ അവരിങ്ങനെ പറയും. എന്നോട് ഒരാൾ വിളിച്ച് പറയാം, ചേച്ചി ഞാൻ ജോലി തേടി ഡൽഹിയിൽ തെരുവുകളിൽ, എൻ്റെ ജോലി ഞാൻ ദുബായിൽ വരാൻ ആഗ്രഹിച്ചതാണ്, പക്ഷേ അവർ ചീറ്റ് ചെയ്തു. ഞാൻ ഡൽഹിയിലെ തെരുവിൽ ഓടയുടെ സൈഡിൽ ഞാൻ കിടന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നല്ലൊരു ജോലിയിലിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം എന്താണ് വിശപ്പിൻ്റെ വില എന്തെന്ന് അറിയാം ചേച്ചി. അതുകൊണ്ട് ഞാൻ ചേച്ചിയുടെ ജ്വാലയുടെ പ്രവർത്തനങ്ങൾക്ക് നൽകുന്നു എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ട്. അതൊരു കോടീശ്വരന്മാരല്ല, കോടീശ്വരന്മാരൊന്നും ഈ ഭാഗത്തോട്ടേ വരുന്നില്ല. എനിക്ക് ഒരു കോടീശ്വരനെ അറിയില്ല. നമ്മുടെ സാധാരണ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റുന്നില്ല. അവർക്ക് ഇറങ്ങി ഇപ്പോൾ കണ്ണ് കാണാത്ത ഒരാളെ നമുക്ക് കൈകടത്തി ഇങ്ങനെ ക്രോസ് ചെയ്ത് വിടാൻ തോന്നും. പക്ഷേ അവിടെ എന്തൊക്കെയോ ഇതാണ് നമ്മളെ പിടിച്ച് മാറ്റുന്നത്, ഉൾവലിക്കോ, അയ്യോ വേണ്ട നമുക്കത് ചെയ്യാം. പക്ഷെ വേറൊരാൾ പെട്ടെന്ന് വന്ന് മാറ്റുമ്പോഴായിരിക്കും നമ്മൾ അയ്യോ നമുക്ക് ചെയ്യാമായിരുന്നു. ആ രീതിയിലാണ് എല്ലാവർക്കും ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ എന്തൊക്കെയോ കമ്മിറ്റ്മെൻറ്റ്സും എന്തൊക്കെയോ കാര്യങ്ങൾ അവരെ ഉൾവലിക്കുന്നു. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു, അതിലൂടെ ഞാൻ ചെയ്യുന്നു എന്നുള്ളത്. ഈ ഭക്ഷണം കൊടുത്തതുകൊണ്ട് മാത്രം ഇത് മാറും? കാര്യം ഇപ്പം 3 വർഷമായി ചെയ്യുന്നു എന്ന് പറയുന്നത്, ഇപ്പം എത്ര വർഷം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി വളരെ നല്ലൊരു കാര്യമാണെങ്കിൽ കൂടി നമുക്ക് ഈ അങ്ങനെയുള്ളവർ അങ്ങനെ തന്നെയായിട്ട് തുടരുകയാണ്. ജസ്റ്റ് അവരുടെ വിശപ്പ് മാറുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അശ്വതി ചെയ്യുന്നതിന് അങ്ങനെ കുറച്ച് കാണുകയല്ല, പക്ഷെ എന്നിരുന്നാലും ഇതുകൊണ്ട് എത്രത്തോളം അതിനൊരു ഫലം ഉണ്ടാകും? കാര്യം ഇങ്ങനെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക, ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ ഇവർക്ക് വേണ്ടി ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്തായാലും ഒരു രീതിയിലുള്ള സപ്പോർട്ട്, ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇനി എന്തെന്നുള്ളതാണ് അത്. എൻ്റെ ശ്വാസം അവസാനിക്കുന്നത് വരെ ഇത്തരക്കാർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അധികൃതരുടെ കയ്യിൽ അവർ പോസിറ്റീവായിട്ട് റെസ്പോൺസ് തരുന്നില്ലെങ്കിൽ അവരാരും ഇത്തരം സീറ്റുകളിൽ ഇരിക്കാൻ അർഹരായവരല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെപ്പോലുള്ളവർ ഇങ്ങനെ തെരുവിൽ കിടന്ന് ഇവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോൾ അധികാരം മുഴുവൻ പല ശക്തികളിലാണ് ഇരിക്കുന്നത്. പക്ഷെ ആ അധികാരം ഉപയോഗിക്കേണ്ടവർ കണ്ടെന്ന് പോലും കാണാതെ അവരങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യുക. അപ്പോൾ അവർക്ക് ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു വേദി ഒരു ഫൈറ്റ്. എനിക്ക് ഇതിൽ കൂടുതൽ എന്താ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷം കഴിഞ്ഞിട്ടും തിരുവനന്തപുരത്തെ 10 കിലോമീറ്ററിനുള്ളിൽ ഇത്രയും പേർ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ഇത് നമ്മൾ പറയുന്ന ഇന്ത്യയിലെ അങ്ങ് ഉൾഗ്രാമങ്ങളിലുള്ളൊരവസ്ഥയല്ല. ഒരുപാട് സമൂഹം നോക്കിക്കാണുന്ന ഒരു തിരുവനന്തപുരം പോലെയുള്ള ഒരു നഗരത്തിന്, തലസ്ഥാന നഗരിയിൽ 35ഓളം പേര് ഒരു നേരത്തെ ആഹാരത്തിന്, അത് ഈ സമൂഹത്തിന് അറിയാത്ത ആൾക്കാരും തീർച്ചയായിട്ടും ഉണ്ടാവും. 35 എന്ന് പറയുമ്പോൾ അതെ 10 കിലോമീറ്ററിൽ മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അശ്വതി എന്ന വ്യക്തി കുറച്ചുകൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ് മാത്രം എത്രത്തോളം വിശക്കുന്ന മനുഷ്യരെ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇത് എനിക്ക് കൂടുതലും അധികൃതരോട് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ പല മത്സരങ്ങളും നടക്കുന്നുണ്ട്, പക്ഷേ ഇത്തരക്കാരെ കാണാതെയുള്ള മത്സരം അതൊരു ജനാധിപത്യ സമൂഹത്തിന് യോജിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ ഒരു തിക്ത അനുഭവം എന്ന് പറയുന്നത് നെഗറ്റീവ് റിഫ്ലക്റ്റ് എന്നും ഉണ്ടാകും. അത് തന്നെ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, നെഗറ്റീവ് റിഫ്ലക്റ്റ്. എല്ലാവരും മാനസികമായിട്ട് അവർ ഇനി എന്ത് ചെയ്യാൻ കഴിയും, ഇങ്ങനെയാണ് നമ്മുടെ ജനാധിപത്യം പോകുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ. അശ്വതി, ഇനി നമ്മളുടെ ഇൻ്റർവ്യൂവിൻ്റെ ഒരു അവസാന ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുൻപേ 2 കാര്യമൊന്ന് ചോദിച്ചോട്ടെ. പിന്നെ
ഒന്ന് ഇപ്പോൾ ഞാൻ ഈ അടുത്ത് ജസ്റ്റ് കേട്ടു അശ്വതി ഇലക്ഷന് മത്സരിക്കാൻ ഉള്ള അതിനെപ്പറ്റി ഫേസ്ബുക്കിലൊരു സ്റ്റേറ്റസ് കണ്ടു. അങ്ങനെ അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ അതല്ലെങ്കിൽ ഒരു അധികാര സ്ഥാനത്ത് എത്തുന്നതോടുകൂടി അശ്വതിക്ക് കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്ന് തോന്നുന്നുണ്ട്. അതോ ഒരുപക്ഷെ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ അശ്വതിയും ഈ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി ആ രീതിയിൽ പോകും, അങ്ങനെ അതിനുള്ള സാധ്യതയുമുണ്ടോ? ഇല്ല, ഞാൻ ചോദിക്കുന്നത് രാഷ്ട്രീയം നമുക്കിപ്പോൾ ഒരുപാട് പേർ നെഗറ്റീവ് പറയാൻ കാരണം ഇപ്പം നിലനിൽക്കുന്ന രാഷ്ട്രീയത്തോടുള്ള ഒരു അവജ്ഞത കൊണ്ട് മാത്രമാണ് അവരങ്ങനെ പറയുന്നത്. എന്നെയും ഒരുപാട് പേർ പിന്തിരിപ്പിച്ചു, അങ്ങനെ പോകരുത്, പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രവർത്തനം നടക്കില്ല. പക്ഷേ യഥാർത്ഥ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താമെങ്കിൽ അത് തന്നെയാണ് യഥാർത്ഥ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ ബേസ് എവിടെ നിന്നാണ്? നമ്മൾ ഇലക്ട് ചെയ്ത് തിരഞ്ഞെടുക്കപ്പെട്ട് നമ്മൾ പോകുന്നത് നമ്മുടെ സമൂഹത്തിന് വേണ്ടി. ആ ഒരു കമ്മിറ്റ്മെൻറ്റ് മറന്ന് മത്സരിക്കാനാണ് ഇവിടെ പല. അപ്പോൾ നമ്മളെപ്പോലെയുള്ളവർ തെരുവിൽ കിടന്ന് ഇത്തരം പേർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു. പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട, ഇത് നമുക്ക് ഇതിനെ അനുമതി നൽകേണ്ട ആൾക്കാർ മുഴുവൻ നിങ്ങൾ ഇത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിൽ കാണുമ്പോൾ ഇതെൻ്റെ ഒരു വേദിയും കൂടെയാണ്. എനിക്ക് ചെയ്യാൻ കഴിയുന്ന സമൂഹത്തിൽ ഒരുപക്ഷെ ജയമോ തോൽവിയോ അല്ല ഞാൻ നോക്കുന്നത്, പക്ഷേ എൻ്റെ ആശയങ്ങൾ എനിക്ക് ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ്. യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് യഥാർത്ഥ സാമൂഹ്യ സേവനമാണ്, യഥാർത്ഥ ജീവകാരുണ്യ പ്രവർത്തനമാണ്. അത് മറന്നുപോയത് അവരുടെയൊക്കെ മിസ്റ്റേക്കാണ്. എനിക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ അതെന്താണെന്ന് ഞാൻ തെളിയിച്ചിരിക്കും. തീർച്ചയായും. ഇനി അശ്വതിയെ നമ്മളുടെ ഇത്രയൊരു അരമണിക്കൂറോളം നീണ്ട ഒരു സംസാരം കൊണ്ട് ആരുടെയെങ്കിലും മനസ്സിൽ ഒരു ജ്വാല ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ഏത് വിധത്തിലാണ് അശ്വതിയെ കോൺടാക്ട് ചെയ്യാൻ പറ്റുക? മൊബൈൽ നമ്പർ ഉണ്ട്. മൊബൈൽ നമ്പർ പറയട്ടെ, അതെങ്ങനെയാണ്? 9895663537 എന്നാണ്. 9895663537. ഇത് ജ്വാലയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ കൂടിയാണ്. ഇത് എന്നെ കോൺടാക്ട് ചെയ്യുന്ന എൻ്റെ ഇത്തരം വിഷയങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ ആരെ ഒരു കൈ സഹായത്തിന് വേണ്ടി തെരുവിൽ ഒറ്റപ്പെട്ട നിലയിൽ ആരെ കണ്ടാലും ഏത് ടൈമിലും എന്നെ വിളിക്കാം. അവരുടെ മുമ്പിൽ ഞാൻ എത്തുന്നതായിരിക്കും. അത് ഞാനൊരു സമൂഹത്തിന് തരുന്നൊരു കമ്മിറ്റ്മെൻ്റ് ആണ്. എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. അശ്വതി, പിന്നെ അശ്വതിക്ക് കുറച്ച് പുരസ്കാരങ്ങളും അതിന് ചില നോമിനേഷൻസ് ഒക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? ആദ്യമായിട്ട് പത്തനാപുരം ഗാന്ധി ഭവൻ അവാർഡാണ്. അത് ദയാബായി, അറിയാമല്ലോ, വളരെ ദയയുടെ മൂർത്തിഭാവമാണ്. ദയാബായിൽ നിന്ന് വാങ്ങി, അത് തുടക്കം. പിന്നീട് പല സാംസ്കാരിക സംഘടനകളും എനിക്ക് ഇപ്പോൾ റീസെൻ്റായിട്ട് 2013 ന്യൂ ഏജ് ഐക്കൺ ദ വുമൺ അവാർഡ് 2003 625 സ്ത്രീകളിൽ നിന്നും ഓൺലൈൻ വോട്ടിങ്ങിലൂടെ തിരഞ്ഞെടുത്തതാണ്. പക്ഷെ അന്ന് സോഷ്യൽ മീഡിയ അത്രയധികം എനിക്ക് വേണ്ടി ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടായി, അവർ അശ്വതിയെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വന്നു. അതിലൂടെ എലക്ട് ചെയ്തതാണ്. പിന്നെ സഖി പുരസ്കാരം, ഇപ്പോൾ വനിതാ ദിനത്തിൽ സഖി പുരസ്കാരം ഉണ്ടായി. പിന്നെ റോട്ടറി ഇൻ്റർനാഷണൽ പോലുള്ള ക്ലബ്ബുകാരുടെ കണ്ടിന്യൂസ് അവരുടെ ഒരു ഇത് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു പുരസ്കാരം ഒക്കെ കിട്ടുന്നുണ്ട്. ഇനി ഒരു കൗതുകത്തിന്റെ പേര് ചോദിക്കട്ടെ, എന്താണ് അശ്വതിയുടെ ഒരു പൊതിയിൽ ഉണ്ടാവുക? ഒരു പൊതിച്ചോറിൽ നമ്മുടെ എന്താ പറയുക, അതിനു വേണ്ടി അവർക്ക് എന്നും ഞാൻ ആ ഫുഡ് കഴിച്ചിട്ടാണ് കൊടുക്കുന്നത്. അതായത് നമ്മുടെ വീട്ടിലെ ഭക്ഷണം തന്നെയാണ്, അങ്ങനെ പ്രത്യേകമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഒരു വിശേഷ ദിവസം വരുമ്പോൾ വിഷു, ഓണം, ആ സമയത്തൊക്കെ ഫുൾ സദ്യ തന്നെയാണ്. ഓണത്തിന് സദ്യ തന്നെ കൊടുക്കും നല്ല രീതിയിൽ. അത് അത്രയും കമ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയാണ് കേട്ടോ. അത് ചിലപ്പോൾ ഞാൻ പറയാം, അമ്മ ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഹോട്ടലിൽ നിന്ന് വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും അത് പറ്റില്ല, അങ്ങനെയൊന്നും പറ്റില്ല, ഇല്ല ഹോട്ടലൊന്നും പറ്റത്തില്ല, അതൊക്കെ വൃത്തിയില്ലാതെ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതൊക്കെ അത്രയും അത് ഇനിയിപ്പോൾ നമുക്ക് അത്രയും കമ്മിറ്റ് വീട്ടിലെ സ്വന്തം മക്കൾക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത് ആ രീതിയിൽ എൻ്റെ അമ്മ രാവിലെ മുതൽ തുടങ്ങുന്ന ആ കുക്കിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ കഴിക്കുന്ന അതേ ഫുഡ് തന്നെയാണ്. ഇപ്പോൾ ഇന്ന് ഇടിച്ചക്കയാണ് ഉള്ളതെങ്കിൽ ഇടിച്ചക്ക തോരനും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഇതൊക്കെ തന്നെയാണ്. അവർ പറയാറുണ്ട് കേട്ടോ, ഇത് കിട്ടിയാൽ കൊള്ളാം എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട അവരുടെ സൈഡിൽ നിന്ന് അവരുടെ താല്പര്യങ്ങൾ അങ്ങനെ വളരെ എല്ലാ കാര്യത്തിനും അവർ വന്നിട്ട് എല്ലാത്തിനും ഒരു കുടുംബത്തിൽ ഞാൻ പറയട്ടെ, ഞാനിങ്ങനെ വെറുതെ പറഞ്ഞ് ഞാനിങ്ങനെ ഇലക്ഷനൊക്കെ നിൽക്കാൻ പോവാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയാം, ഒയ്യോ മോളെ ഇവിടെ ആണെങ്കിൽ ഞങ്ങളെ ഇത്രയും പേര്, അങ്ങനെയാണ് അവരൊരു വെച്ചാൽ ഒരു കുടുംബത്തിലെ വോട്ടർ സൈഡില്ലാത്ത ആൾക്കാരായതുകൊണ്ടായിരിക്കും അതാണ്. അതെ അതെ അതെ, അവരെന്ന് പറയുമ്പോൾ അവരുടെ അംഗീകാരം. ഞാൻ ഓട്ടോസിൻ്റെതൊന്നും അല്ലല്ലോ, ഈ കുറച്ച് മനുഷ്യർ, അത് സത്യമാണ്, എന്നും നിലനിൽക്കുന്ന കാര്യമാണ്. കുറച്ച് സമയമൊക്കെ ഞാൻ അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ പറഞ്ഞു തീർത്തില്ല, കാര്യങ്ങളും കഥകളും പറയാനേ നേരമുള്ളൂ. അതൊക്കെ കേട്ട്
ഒരു നല്ലൊരു ജീവിതത്തിൽ ഞാൻ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആണ്, വളരെ സാറ്റിസ്ഫൈഡ്. ഞാൻ സമാധാനത്തോടു കൂടി കിടന്നുറങ്ങുന്നുണ്ട് എല്ലാ ദിവസവും. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അത്രയും കമ്മിറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അത്രയും ഞാൻ റിലാക്സ്ഡ് ആണ് എൻ്റെ ലൈഫിൽ. ജീവിതത്തിൽ എല്ലാ ദിവസവും ഒരുപാട് മറക്കാനാവാത്ത അനുഭവങ്ങൾ തീർച്ചയായും ഉണ്ടായി കാണണം. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? ഒരു നമുക്കിപ്പോൾ സമാധാനമായിട്ട് ഉറങ്ങുന്നു പറയുന്നത്, എന്നാലും നമ്മൾ ചിലപ്പോൾ ഓർക്കം കളയുന്ന രീതിയിൽ ഹോണ്ട് ചെയ്യുന്ന രീതിയിലുള്ള അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായി കാണുമല്ലോ ഈ ഒരു അപ്പം അങ്ങനത്തെ ഒരു സലീം എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. പുള്ളി ക്ഷയരോഗത്തിൻ്റെ അങ്ങേറ്റം പറ്റിയ അവസ്ഥയിലായിരുന്നു. അപ്പോൾ അദ്ദേഹം പലപ്പോഴും പല വാർത്തയായതാണ്, ബൈസ്റ്റാൻഡർ ഇല്ല, അദ്ദേഹം തെരുവിൽ കഴിയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന് ക്ഷയരോഗം പിടിപെട്ടു. അപ്പോൾ ബൈസ്റ്റാൻഡർ ഇല്ലാത്തൊരൊറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തെ ചികിത്സിക്കാതിരിക്കുകയും പിന്നെ തെരുവിൽ തന്നെ കിടന്നു. അവസാനമായപ്പോൾ ഗതിയില്ലാതായപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുക, ഇദ്ദേഹത്തെ തെരുവിൽ തന്നെ സർവൈവ് ചെയ്ത് അദ്ദേഹത്തിന് വേണ്ട പരിചരണങ്ങൾ അവിടെ കൊടുക്കുക. അപ്പോൾ കംപ്ലീറ്റ് എല്ലാ ദിവസവും ചെന്ന് മെഡിസിൻസൊക്കെ വാങ്ങിക്കൊടുക്കുകയും ആഗ്രഹമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുകയും അവിടെ ഒരു അതായത് നമ്മുടെ ഫോർട്ട് കോട്ടയ്ക്കകം എന്ന സ്ഥലത്തെ ഫുട്പാത്തിലെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു അസുഖം ഉള്ളത് കൊണ്ട് മാത്രം ആരും ഇദ്ദേഹത്തെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അവസാനം അങ്ങ് അറ്റം പറ്റി ഞങ്ങൾ ഫൈറ്റ്. ഇപ്പോൾ ഒരു ദിവസം ഇങ്ങനെ പലപ്പോഴും ഞാൻ വസ്ത്രങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു മറ്റേ ഇതുണ്ടായിരുന്നല്ലോ, ബക്രീദ്, ആ ടൈമായിരുന്നു. ഞാൻ വളരെ പ്രാകൃതമായിട്ട് നിന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ വസ്ത്രം തന്നില്ല, ആ ഒരു കയ്യിലെങ്കിലും എടുത്ത് കൊടുക്കാൻ പാടില്ലേ, നല്ല ദിവസമല്ലേ എന്ന് പറഞ്ഞപ്പോൾ പറയാണ്, അത് എൻ്റെ ഉമ്മ പിന്നെ ബക്രീദ് ദിവസങ്ങളിൽ എൻ്റെ ഉമ്മ എനിക്ക് തരാറുണ്ട്, ഞാൻ തലേദിവസം ഞാൻ പറഞ്ഞു, അപ്പോൾ അതിനു വേണ്ടി ഞാൻ വലിയ പെരുന്നാളിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുക അന്ന് ഉടുക്കാൻ വേണ്ടി. അപ്പോൾ തെരുവിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്, അദ്ദേഹത്തിൻ്റെ ഉമ്മ അവരുടെ നല്ല കാലത്ത് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു മുണ്ടാണെങ്കിലും കൈലിയാണെങ്കിലും മാറ്റി വെച്ചേക്കുക. അപ്പോൾ തെരുവിലും അവർക്ക് പെരുന്നാളുണ്ട്, വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും ഒക്കെ അവർക്കും ഉണ്ട്. പക്ഷെ അത് അവരുടേതായ പരിമിതികൾ നിന്നുകൊണ്ട് അവർ ആഘോഷിക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങ് ക്രിട്ടിക്കൽ കണ്ടീഷനായി. നമ്മുടെ കോട്ടയ്ക്കകം ഫുട്പാത്തിൽ കിടന്ന് അന്ത്യശ്വാസം വലിക്കുക. ആ അവസാന നിമിഷം എന്നോട് പറഞ്ഞു, എനിക്ക് ബ്രാഹ്മിൻസ് ഹോട്ടലിൽ നിന്ന് ഇഡ്ഡലിയും ചമ്മന്തിയും വേണം എന്ന് പറഞ്ഞു. ഞാൻ പോയി വാങ്ങി ഒരു തൂക്കുപാത്രത്തിൽ ചായയുമായിട്ട് തിരിച്ചു. അത് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തെരുവിൽ കിടന്ന് മരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു അശ്വതി എന്ന വ്യക്തി ഇത്രത്തോളം പ്രതിഷേധകരമായിട്ട് സംസാരിക്കണമെങ്കിൽ ഇത്രത്തോളം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടെ കടന്നു പോയിട്ടുള്ളത് കൊണ്ടാണ്. അവസാനം അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര കാര്യങ്ങൾ നടത്തി ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോയി. തെരുവിൽ ജീവിച്ചു, തെരുവിൽ മരിച്ചു, അദ്ദേഹം പോയി എന്നുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ, അതൊക്കെ ഓർക്കുമ്പോൾ അപ്പോൾ ജ്വാലയല്ല വരുന്നത്, അപ്പോൾ മനസ്സ് പെടയാണ് ചെയ്തത്. തീർച്ചയായും. അപ്പം ഈ ഒരു ജ്വാല ഒരുപാട് പ്രേക്ഷകരുടെ മനസ്സിലും ഒരു ജ്വാല ഉണ്ടായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അശ്വതി, തിരുവനന്തപുരത്ത് തന്നെ അശ്വതി ഉണ്ട്, അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെയും ഒക്കെ കോണ്ടാക്ട് ചെയ്യാം. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സംസാരിച്ചതിനും ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിച്ചതിനും ഒക്കെ ഒരുപാട് നന്ദി. അതോടൊപ്പം അശ്വതിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും.